നോക്കുവാരുണ്ട് ഇടതുപക്ഷം പിന്നെ തിരുത്താൻ മടിക്കേണ്ടതില്ല എന്നാണ് വിനോദ് വിശ്വം പറഞ്ഞത്. അപ്പം അത് ഞാൻ വിചാരിക്കുന്നത് ഇടതുപക്ഷത്ത് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള പാർട്ടികളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇടതുപക്ഷത്തിനുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത് ലോക്കൽ കമ്മിറ്റി തുടങ്ങി സംസ്ഥാന കമ്മിറ്റി വരെയുള്ളവർക്ക് എല്ലാവർക്കും അവർക്ക് ചർച്ച ചെയ്യാനും അത് സംസാരിക്കാനും അവരെ പിണറായി വിജയനെ അടക്കം അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിനെ അടക്കം നിശിതമായി വിമർശിക്കാനുള്ള എല്ലാ വേദികളും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വശം കൂടെ കാണണം. ഇത് സാധാരണ നിലയ്ക്ക് CPM-ൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാറുണ്ടോ? എപ്പോഴും വിമർശിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും വിമർശിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളിലും പാർട്ടി ജില്ലാ കമ്മിറ്റികൾ പറയാറുണ്ട്. പക്ഷേ ഒരു പരിധിവരെ ഇപ്രാവശ്യം അത് കുറച്ച് കൂടിപ്പോയി. കാരണം എന്താണ്, രണ്ടാമത് ഏറ്റവും വലിയ തിരിച്ചടി എന്നുള്ളതാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനും ഈ പാർലമെൻറ്റ് ഇലക്ഷനും തമ്മിലുണ്ടാകുന്ന ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഗോവിന്ദ മാഷ് പറഞ്ഞത് 2 സീറ്റ് കിട്ടിയാൽ വരെ വിജയമായി കാണാം എന്ന് പറഞ്ഞതാണ്. ഒരു സീറ്റേ നമുക്ക് ഇപ്രാവശ്യമുള്ളൂ, 2 സീറ്റ് കിട്ടിയാൽ. പക്ഷേ 2 സീറ്റ് പോലും കിട്ടിയിട്ടില്ല എന്നുള്ള നിലയ്ക്കിലേക്ക് പാർട്ടി പോയി എന്നുള്ളത് ജനങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതാത് പാർട്ടി കമ്മിറ്റികൾ അക്കമിട്ട് പഠിക്കുകയും അത് സംസ്ഥാന കമ്മിറ്റികളിലേക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലേക്കോ കൊടുക്കുമ്പോൾ അത് ആർക്കും മനസ്സിലാകേണ്ടതാണ്. പാർട്ടി നേതാവ് എന്നുള്ളതായിരിക്കും ഇത്രയും അധികം പാർട്ടി പാരമ്പര്യമുള്ള പിണറായി വിജയൻ മനസ്സിലാവേണ്ടതാണ്. കാരണം അത്രയും വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ് പിണറായി വിജയൻ അത് കറക്റ്റായിട്ട് മനസ്സിലാകുക എന്നുള്ളത് മാത്രമല്ല, അതുപോലെയല്ല CPI-യും അതുപോലെ തന്നെയാണ്. CPI-യും എന്നും കാനൻ രാജേന്ദ്രൻ്റെ കാലത്ത് ഒരു കറക്റ്റീവ് മെഷർമെൻറ്റിൽ നിന്നിരുന്ന ഒരാളാണ് കാനൻ രാജേന്ദ്രനും. ഇപ്പോഴും വിനയ് വിശ്വൻ എടുത്തിരിക്കുന്ന നിലപാടുകളും ആ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് CPM ആണെങ്കിലും CPI ആണെങ്കിലും, ഇപ്പോൾ CPIക്ക് നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. CPI ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്, ഈ മന്ത്രിസഭയുടെ ഭാഗമാണ്. അവരിപ്പോൾ എന്താ സത്യസന്ധമായി നിൽക്കുകയാണ്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അത് പിണറായി വിജയൻ്റെ മാത്രം കാര്യങ്ങൾ. CPI-ൻ്റെ വകുപ്പുകളിൽ എന്താ നടക്കുന്നത് എന്നുള്ളൊരു ചർച്ചകളോ കാര്യങ്ങളോ ഇപ്പോൾ വരുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാവരും പിങ് പോയിൻ്റ് ചെയ്യുന്ന കാര്യം പിണറായി വിജയനാണ് പിങ് പോയിൻ്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കാരണം, അദ്ദേഹമാണ് മന്ത്രിസഭയെ നയിക്കുന്നത്, അദ്ദേഹമാണ് മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് പറയാം. അപ്പോൾ എപ്പോഴും പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് പറയും. മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് കോടിയേരിയുടെ മാതൃക സ്വീകരിച്ചുകൂടെ? കോടിയേരിയുടെ മാതൃക സ്വീകരിക്കുക എങ്ങനെയാണ്? രാജിവെച്ചിട്ട് മാറി നിൽക്കുമോ? കാരണം അതേ മുഖ്യമന്ത്രിയാണ്, അതൊരു പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. ഒരു രാജ്യസഭയിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുക എന്ന് പറയുന്നതൊക്കെ ഏതാണ് പാർട്ടി എടുക്കേണ്ട ഒരു വലിയ തീരുമാനമല്ലേ? ആ തീരുമാനത്തിൽ പിണറായി വിജയൻ മാത്രം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ പറയുമ്പോൾ നമുക്കിപ്പോൾ പിണറായി വിജയൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ മാറിക്കൂടെ? അങ്ങനെ മാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പം എടുക്കുന്ന തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ ഞാൻ പറയുന്നത് CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഭാവി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ഭാവി നന്മയ്ക്ക് വേണ്ടിയിട്ട് പാർട്ടികളും ഉൾക്കൊണ്ട് തുടങ്ങി, നേതാക്കന്മാർക്ക് അത് ഏകദേശം മനസ്സിലായി തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഇലക്ഷൻ വന്ന ആഴ്ചകളിൽ പറഞ്ഞ കമൻറ്റുകളൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇലക്ഷൻ വന്ന സമയങ്ങളൊന്നും പറഞ്ഞ കമൻറ്റുകളില്ല. പക്ഷേ അതിനെ നമ്മൾ കാണേണ്ടത് പോസിറ്റീവായിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണ്, അത് വിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളാണ്. ഇടതുപക്ഷം തിരുത്താൻ മടിക്കേണ്ടതില്ല എന്നാണ് വിനോയ് വിശ്വം പറഞ്ഞത്. അത് നല്ല പോസിറ്റീവ് സൈഡിൽ എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു ടേക്ക്. Meet the editors.